ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് തന്നെ പല ക്ലാസ്സുകൾ കഴിഞ്ഞു. ടെൻസുകളെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. പിന്നീട് നമ്മൾ കൈൻഡ്സ് ഓഫ് സെൻറ്റൻസസ്, അതായത് പല രീതിയിലുള്ള പല ടൈപ്പിലുള്ള സെൻറ്റൻസുകൾ പഠിച്ചു. ഇഫ് ക്ലോസ് പഠിച്ചു അല്ലേ. പിന്നീട് കഴിഞ്ഞ ക്ലാസ്സിൽ തൊട്ട് നമ്മൾ വോയിസ് പഠിക്കാനായിട്ട് തുടങ്ങി. ഇനി ഇത് വോയിസിൻ്റെ തന്നെ പാർട്ട് 2 ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കണ്ടവർ ഈ ക്ലാസ് കാണാം. കഴിഞ്ഞ ക്ലാസ് കാണുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിനകത്താണ് നമ്മൾ വോയിസിനെ കുറിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രസൻറ്റ് ടെൻസിൻ്റെ വോയിസ് ചേഞ്ച് ചെയ്യാനും അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചറുകളും റൂൾസും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ആ ക്ലാസ്സിലാണ്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ്സിൽ വന്നിട്ട് പാസ്റ്റ് ടെൻസ് പഠിക്കും. ഞാൻ പറയുകയാണെങ്കിൽ ടെൻസിൻ്റെ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ടെൻസിൻ്റെ ക്ലാസ് നന്നായി പഠിച്ച് ആയതിന് ശേഷമാണ് വോയിസ് കാണേണ്ടത്. അല്ലെങ്കിൽ വളരെയധികം കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നല്ല, അത് പഠിക്കാൻ വളരെ പാടായിട്ട് പോലെ തോന്നും. ഓക്കെ, പക്ഷേ ടെൻസ് അറിയാവോ? നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വേണം. ഈ വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഞാൻ ഒന്നും കൂടി പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എങ്കിലും പറയാം. നമ്മുടെ സെൻറ്റൻസിലുള്ള കർത്താവ്, കർമ്മം, ക്രിയ എന്ന് പറയില്ലേ, അതിനകത്ത് ഒബ്ജക്റ്റ് ആ ഒരു കാര്യത്തിന് പ്രാധാന്യം കൊടുത്ത് പറയുന്നതാണ്. സാധാരണ രീതിയിൽ നമ്മൾ സബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, അതിനകത്ത് പറയുകയാണെങ്കിൽ ഷീ ഈറ്റ്സ് ആൻ ആപ്പിൾ. അവൾ ഒരു ആപ്പിൾ കഴിക്കുന്നു. ആ കഴിക്കുന്ന ആപ്പിളിനല്ല പ്രാധാന്യം, അവൾ അത് കഴിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അവൾക്കാണ് പ്രാധാന്യം. എന്നാൽ ആപ്പിളിന് പ്രാധാന്യം കൊടുത്ത് പറയുമ്പോൾ ആൻ ആപ്പിൾ ഈസ് ഈറ്റൻ ബൈ ഹെർ. ഒരു ആപ്പിൾ അവളാൽ കഴിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആപ്പിളിനാണല്ലോ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിനെയാണ് നമ്മൾ വോയിസ് എന്ന് പറയുന്നത്. അതല്ലാതെ സെൻറ്റൻസിൽ നമ്മൾ എന്തെന്ന് പറയുന്നത് ടെൻസ് മാറ്റുമല്ല ചെയ്യണേ. നമ്മൾ നോർമൽ ടെൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആക്റ്റീവ് വോയിസിൽ വരുന്ന ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറാണ് പഠിക്കുന്നത്. പാസീവ് വോയിസിൽ അല്ലെങ്കിൽ വോയിസ് പഠിക്കുമ്പോൾ പാസീവ് വോയിസ് ഇതുപോലെ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുമ്പോൾ ഒരു ടെൻസിൽ വരുന്ന ചില മാറ്റങ്ങളാണ് പഠിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ഒരു ടെൻസിൽ നിന്ന് പ്രസൻറ്റിൽ നിന്ന് പാസ്റ്റിലേക്ക് മാറുകയോ അല്ലെങ്കിൽ വേറൊരു ടെൻസിലേക്ക് മാറുകയല്ല ചെയ്യണേ. അതേ ടെൻസിലുള്ള സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിൽ വരുന്ന മാറ്റമാണ് നമ്മൾ പഠിക്കുന്നത്. അത് നിങ്ങൾ പഠിക്കണമെങ്കിൽ ടെൻസ് ആക്റ്റീവ് വോയിസിൽ എങ്ങനെയുണ്ടാവും എന്ന് പഠിക്കണം. എന്നാലാണ് ഇപ്പോൾ പല PSCയുടെ ക്വസ്റ്റ്യൻസിലും ഇതൊരു ആക്റ്റീവ് വോയിസ് ആണ്, അത് പാസീവ് വോയിസിലൊക്കെ ആക്കുമെന്നൊക്കെ ചോദിക്കാം. പക്ഷേ ചില സമയത്ത് എന്താണ്, ഇത് ഏത് വോയിസിലാണെന്ന് അവർ പറയുന്നില്ല. പാസീവ് വോയിസിലേക്കോ ആക്റ്റീവ് വോയിസിലേക്കോ ഒന്നും അവർ എടുത്ത് പറയില്ല. വോയിസ് ചേഞ്ച് ചെയ്യുമെന്ന് മാത്രം പറയും. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നത് ഏതാണ് ഈ സെൻറ്റൻസിൻ്റെ കറക്റ്റ് വോയിസ്, മാറ്റിയിരിക്കുന്ന വോയിസ് എന്നൊക്കെ ചോദിക്കും. അപ്പം നമുക്ക് ഏതെങ്കിലും ഏത് ടെൻസിലാണെന്ന് ഇതിന് ഷോക്കേസ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റിയാൽ മാത്രമാണ് ഇത് ഏത് ഫോമിലാണ് കിടക്കണേ, ഇത് ആക്റ്റീവ് വോയിസ് ആയിട്ടാണോ പാസീവ് വോയിസ് ആയിട്ടാണോ കിടക്കണേ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആക്റ്റീവ് വോയിസിനെ നമ്മളിവിടെ AV എന്നും പാസീവ് വോയിസിനെ PV എന്നാണ് കേട്ടോ പറയണേ. അപ്പോൾ ഈ AV എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് വോയിസ് ആണ് കേട്ടോ. ഇനി നമുക്കറിയാം പാസീവ് വോയിസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസിൻ്റെ ഒബ്ജക്റ്റും പാസീവ് വോയിസിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് ആയിരിക്കും. നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുക. നമ്മളിനി പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റിൽ എന്തായിരിക്കും പാസീവ് വോയിസിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എന്നാണ്. അതിക്ക് മുന്നേ എന്തായാലും സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഓബ്ജക്റ്റ്. ഞാൻ പറയുകയാണെങ്കിൽ പഠിക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ടെൻസാണ് എന്ത്, സിമ്പിൾ പാസ്റ്റ്. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഓക്കെ, ഈ സിമ്പിൾ പ്രസൻറ്റിലൊക്കെ പറയണ പോലെ വെർബിൻ്റെ കൂടെ SOS ചേർക്കാനുണ്ട്, അങ്ങനെയൊന്നുമില്ല. സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഓബ്ജക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിളുകൾ നോക്കാം. ഐ റോട്ട് എ ലെറ്റർ. ഞാനൊരു ലെറ്റർ എഴുതി. നോക്കൂ, ഇവിടെ V2 ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഏത് ടെൻസിലാണ് ഉള്ളത് എന്നുള്ളത് കേട്ടോ. അതിനുശേഷം അപ്പോൾ നമ്മൾ അതിൻ്റെ ഒബ്ജക്റ്റ് എടുക്കുക. എ ലെറ്റർ, അത് ഒരു എന്തിലുള്ളതാണ്, സിമ്പിൾ സിമ്പിൾ പ്രസൻറ്റ് പാസ്റ്റ് ടെൻസിലുള്ളതാണ്. ഈ എ ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഒരു സിംഗുലർ ഒബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ സിംഗുലർ സബ്ജക്റ്റ് ആണ് എ ലെറ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് കേൾക്കാൻ പാടുള്ളൂ, വാസ്. നോക്കൂ, വാസ് ഓർ വേർ. സിംഗുലറിൻ്റെ കൂടെ വാസ് ചേർക്കുന്നു, വേറിൻ്റെ കൂടെ പ്ലൂരൽ ചേർക്കുന്നു, അല്ലെങ്കിൽ പ്ലൂരലിൻ്റെ കൂടെ വേറെ ചേർക്കുന്നു. ലെറ്റർ വാസ് റിട്ടേൺ V3 ഫോം. നമുക്കറിയാം പാസീവ് വോയിസിൻ്റെ കൂടെ എപ്പോഴും V3 ഫോം ഓഫ് ദി വെർബാണ് വരുള്ളൂ. ബൈ ചേർക്കുന്നു, ഐ എന്ന് പറയുന്നത് മീ ആയിട്ട് എഴുതുന്നു. ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക. എന്താ
എന്താ സെൻറ്റൻസ് സ്ട്രക്ചർ എന്താണ്? ഒബ്ജക്റ്റ് ഓഫ് എ വി പ്ലസ് പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്ന ഓക്സിലറി വെർബ് വാസ് ഓർ വെയർ പ്ലസ് V3 ഉപയോഗിക്കുന്നു, ബൈ ഉപയോഗിക്കുന്നു, സബ്ജക്റ്റ് ഓഫ് എ വി. അടുത്ത ഉദാഹരണം നോക്കി. ഹി ഏറ്റ് ദ ആപ്പിൾ, അവൻ ആ ആപ്പിൾ തിന്നു. അപ്പോൾ ആപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റ് ആണ്. ദ ആപ്പിൾ പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കാൻ വാസ്, പാസീവ് വോയിസിനെ സൂചിപ്പിക്കാൻ V3, ബൈ ഹിം, ഹി എന്ന് പറയുന്നത് ഹിം ആയിട്ട് മാറി. യു ടുക്ക് ദ പേപ്പർ, അപ്പം എന്താ? പേപ്പർ എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്, അപ്പോൾ അത് സബ്ജക്റ്റായി മാറി. ടുക്ക് എന്ന് പറയുന്നത് V2 ഫോമിൽ കിടക്കുന്നതുകൊണ്ട് നമുക്കറിയാം അതൊരു സിമ്പിൾ പാസ്റ്റിൽ കിടക്കുന്ന സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വാസ് ചേർത്തു. ടുക്കിൻ്റെ V3 ഫോം ടേക്കൻ എടുത്തു, ബൈ എടുത്തു, യുവിന് മാറ്റമൊന്നും വരില്ല, യു. അപ്പോൾ ഇറ്റ് എന്ന് പറയുന്നത് ഇറ്റായിട്ടും യു എന്ന് പറയുന്നത് യു ആയിട്ട് തന്നെയാണ് തുടരുക. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ഇവിടെ ഒരു ഐയുടെ ആവശ്യമുണ്ട് കേട്ടോ. പാസ്റ്റ് കണ്ടിന്യൂസ് എന്താണ് അതിൻ്റെ സാധാരണ സെൻറ്റൻസ് സ്ട്രക്ചർ? സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് എന്താ ING ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് അല്ലേ? അപ്പോൾ ഇത് നമുക്ക് അറിയണം, എന്നാലാണ് അത് ആക്റ്റീവ് വോയിസിലാണെങ്കിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒബ്ജക്റ്റ് വിയിലുള്ള ഒബ്ജക്റ്റ് ആദ്യം എടുത്തു, വാസ് ഓർ വെയർ അതിൻ്റെ ഓക്സിലറി വെർബ് ചേർത്തു, ബീയിങ് കണ്ടിന്യൂറ്റിന് ചേർക്കാൻ നമ്മൾ ബീയിങ് ചേർത്തു, പാസീവ് വോയിസ് ആണെങ്കിൽ അത് V3 ആയിരിക്കും എപ്പോഴും, ബൈ ചേർത്തു, സബ്ജക്റ്റ് ഓഫ് എ വി. ഓക്കെ, ഓർത്തിരിക്കുക. അത് നമ്മൾ ഈ പ്രസൻറ്റ് ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും ഒക്കെ പഠിക്കുക വളരെ ഈസിയാണ്. അത് ടെൻസിൻ്റെ കേസിലായിക്കോട്ടെ വോയിസിൻ്റെ കേസിലായിക്കോട്ടെ അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഉദാഹരണങ്ങൾ നോക്കാം. ഐ ആം റൈറ്റിംഗ് എ പേപ്പർ. നോക്കുക, ഐ വാസ് ആണ് വേണ്ടത് കേട്ടോ. ഐ വാസ് റൈറ്റിംഗ് എ പേപ്പർ, ഞാനൊരു പേപ്പർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റ് എന്താണ്? എ പേപ്പർ എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പേപ്പർ ഈസ് അല്ല വാസ്. അപ്പോൾ ഇത് ആം ആയിരുന്നെങ്കിൽ ഈസാണ് വരിക കേട്ടോ, പക്ഷേ വാസ് ആണെങ്കിൽ വാസാണ് വരിക. എ പേപ്പർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. എ പേപ്പർ വാസ് ബീയിങ് റിട്ടൺ ബൈ മീ. ഓക്കെ, ഹി വാസ് ഈറ്റിംഗ് എ മീൽ യെസ്റ്റർഡേ. ഓക്കെ, എ മീൽ വാസ് ബീയിങ് ഈറ്റൺ ബൈ ഹിം ഇൻ ദ പ്രീവിയസ് ഡേ വേണമെന്നില്ല, യെസ്റ്റർഡേ എന്ന് ചേർത്താൽ തന്നെ കുഴപ്പമൊന്നുമില്ല. പ്രീവിയസ് ഡേ നമ്മൾ മെയിനായിട്ട് റിപ്പോർട്ടർ സ്പീച്ചിലൊക്കെയാണ് വരാൻ കേട്ടോ, അത് നമ്മൾ അന്നേരം പഠിക്കാം. എ മീൽ വാസ് ബീയിങ് ഈറ്റൺ ബൈ ഹിം യെസ്റ്റർഡേ. ഹി വാസ് ഈറ്റിംഗ് എ മീൽ യെസ്റ്റർഡേ. നോക്കൂ, എ മീൽ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്, അതൊരു സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ വാസ് എടുത്തു, ബീയിങ് എടുത്തു, ഈറ്റൺ V3 എടുത്തു, ബൈ എടുത്തു, ഹിം, യെസ്റ്റർഡേ എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, യു വേർ ടേക്കിംഗ് ഇറ്റ് ടു ഹോം. നീ അത് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇറ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ എന്ത്? ഒബ്ജക്റ്റ്. ഇറ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പോൾ ഇറ്റ് വാസ് ബീയിങ് ടേക്കൺ ബൈ യു ടു ഹോം. ആ ടു ഹോം എന്ന് പറയുന്നത് ഇതിനകത്തൊരു എക്സ്ട്രാ ആണ് ആ സെൻറ്റൻസിൽ. അതെന്ത് ചെയ്യുക? ആ സബ്ജക്റ്റ് ഓഫ് എ വി കഴിഞ്ഞതിന് ശേഷം അങ്ങ് കൂട്ടി എഴുതിയേക്കാം. ഓക്കെ, വളരെ വലിയ സെൻറ്റൻസുകളായിരിക്കും കേട്ടോ എക്സാമിന് തരാം. അപ്പോൾ നമ്മൾ അതിനകത്ത് സബ്ജക്റ്റ്, വെർബ്, ഓക്സിലറി വെർബ് ഒക്കെ കണ്ടുപിടിച്ച് ഏത് ഫോമിലാണെന്നും ഏത് ടെൻസും ആണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം വേണം വോയിസ് മാറ്റാൻ. ഇതിന് ശേഷം തന്നിരിക്കുന്ന എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ, യെസ്റ്റർഡേ, ടു ഹോം എന്നൊക്കെയുള്ള രീതിയിലുള്ള എക്സ്ട്രാ കാര്യങ്ങൾ അത് അതിന് ശേഷം വാലായിട്ട് അങ്ങ് എഴുതി ചേർത്തേക്കാം. ഓക്കെ, അടുത്തതാണ് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ എന്തായിരുന്നു സാധാരണ ടെൻസിലുള്ള സെൻറ്റൻസ് സ്ട്രക്ചർ അല്ലെങ്കിൽ AV സെൻറ്റൻസ് സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് അല്ലേ? ഇതിന് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? ഒബ്ജക്റ്റ് ഓഫ് AV. ഈ ഒബ്ജക്റ്റ് എടുത്തിട്ട് നേരെ സബ്ജക്റ്റ് ആക്കി മാറ്റി അതിനുശേഷം ഹാഡ് എന്താണ്? പെർഫെക്ഷനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ പെർഫെക്റ്റ് ടെൻസിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റിനെ സൂചിപ്പിക്കുന്ന ഓക്സിലറി വെർബാണ് ഹാഡ്. അതിനുശേഷം ബീൻ ചേർക്കണം. ഇത് എങ്ങനെ തന്നെയായിരുന്നു അല്ലേ പ്രസൻറ്റ് പെർഫെക്റ്റിനും ആയിരുന്നില്ലേ? ഹാഡിൻ്റെ പകരമായിട്ടും അത് പ്രസൻറ്റ് ടെൻസ് ആയതുകൊണ്ട് ഹാസ് ഓർ ഹാവ്, ഇവിടെ ഹാഡാണ്. ബീന് V3 ഫോം, ബൈ സബ്ജക്റ്റ് ഓഫ് AV. ഓക്കെ, ഉദാഹരണങ്ങൾ നോക്കാം. ഐ ഹാഡ് റിട്ടൺ എ ലെറ്റർ. എന്താണ്? ഹാഡ് V3 ആണ്, ഹാഡ് പ്ലസ് V3 ആണ്. അപ്പോൾ ഇതെന്താ? പാസ്റ്റ് പെർഫെക്റ്റിലാണ് കിടക്കണേ. എ ലെറ്റർ എന്ന് പറയുന്നതാണ് ഇവിടെ ഒബ്ജക്റ്റ്, അത് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് എടുത്തു പാസീവ് വോയിസിൽ. എ ലെറ്റർ, ഹാഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ചേർത്തു, ബീൻ ചേർത്തു, റിട്ടൺ V3 എടുത്തു, ബൈ മീ. ഐ ഹാഡ് വെയിറ്റഡ് ഫോർ ദ കാർഗോ ഫോർ എ മന്ത്. ഓക്കെ,
വെയിറ്റഡ് V3 ആണ്. ഹാഡ് ഉണ്ട്. അപ്പോൾ ഇതെന്താ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് കിടക്കണേ. നേരെ എടുത്തു. ദ കാർഗോ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ദ കാർഗോ ഹാഡ് ബീൻ വെയിറ്റഡ് ബൈ മീ ഫോർ എ മന്ത്. എന്നാൽ ആ കാർഗോനെ വെയിറ്റ് ചെയ്യപ്പെട്ടു. എത്ര നാൾ? ഒരു മന്തോളം. ഓക്കെ. ദേ ഹാഡ് ഈറ്റൻ എ ലഞ്ച് വിത്തൗട്ട് മീ. ഞാനില്ലാതെ ഒരു ലഞ്ച് അവർ കഴിച്ചു. നോക്കൂ, ഹാഡ് പ്ലസ് V3 ഏതാ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എ ലഞ്ച് എന്നുള്ളതാണ് അവിടുത്തെ ഒബ്ജക്റ്റ്. നേരെ എടുത്തു, ഹാഡ് എടുത്തു, ബീൻ ചേർത്തു, V3 ചേർത്തു, ബൈ ദം വിത്തൗട്ട് മീ എന്നുള്ളത് എക്സ്ട്രാ, അതിന് ശേഷം ബാലായിട്ട് ചേർത്തു. ഓക്കെ. ഇങ്ങനെയാണ് ഇതിനൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് സെക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, ഞാനത് തീർച്ചയായും ചെയ്യുന്നത് ആയിരിക്കും. ഇനി അടുത്തതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നേരത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് ചില ആളുകൾ പറയും അതിന് വോയിസ് ഇല്ല എന്ന് പറയും. പക്ഷെ അത് ഇല്ലാത്തതുകൊണ്ടല്ല, അവർ തെറ്റുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ റെയറായിട്ട് മാത്രമേ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഒക്കെ നമ്മൾ ഇതിൻ്റെ വോയിസ് ചേഞ്ചസ് നടത്തത്തേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അതിന് സാധാരണ രീതിയിൽ ചോദ്യങ്ങൾ വരാത്തത്. എന്നാൽ നമുക്ക് PSCന് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും പഠിക്കണം. എന്താണ് അതിൻ്റെ ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് VING ഫോം, വെർബിൻ്റെ ING ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണല്ലോ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? PVയിലേക്ക്, പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഒബ്ജക്റ്റ് ഓഫ് AVയുടെ ഒബ്ജക്റ്റ് ഹാഡ്, ഓക്സിലറി വെർബ് പെർഫെക്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്ന ഹാഡ്, പാസ്റ്റ് പെർഫെക്റ്റിനെ സൂചിപ്പിക്കുന്ന ഹാഡ് എടുത്തു, ബീൻ എടുത്തു. എന്താ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ബീയിങ് എന്നുള്ളത് കണ്ടിന്യൂറ്റിനെ കാണിക്കുന്നു. V3 പാസീവ് വോയിസിനെ കാണിക്കുന്നു. ബൈ സബ്ജക്റ്റ് ഓഫ് AV. ഓക്കെ. ഉദാഹരണങ്ങൾ നോക്കാം. ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് ദിസ് പേപ്പർ സിൻസ് ലാസ്റ്റ് വീക്ക്. നോക്കൂ, ഹാഡ് ബീൻ റൈറ്റിംഗ് ഏത് ഫോമിലേക്ക് എടുക്കണേ? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഫോമിലേക്ക് എടുക്കുന്നേ. ദിസ് പേപ്പർ എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അത് നേരെ എടുത്ത് സബ്ജക്റ്റ് ആക്കി. ദിസ് പേപ്പർ. വേറെ കൺഫ്യൂഷനൊന്നുമില്ല. ഏത് സബ്ജക്റ്റ് ആയാലും ഹാഡ് ആണ് ഓക്സിലറി വെർബ്. ഹാഡ് ബീൻ ബീയിങ് റിട്ടൺ V3 ബൈ മീ. ഇവിടെ ഒരു സ്പേസ് ഇടാൻ പറഞ്ഞു. ബൈ മീ സിൻസ് ലാസ്റ്റ് വീക്ക്. ഈ സിൻസ് ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നതൊക്കെ എക്സ്ട്രാ ആണ് സെൻറ്റൻസിൽ. അത് അവിടെ അങ്ങ് എഴുതി ചേർത്തു. ഓക്കെ. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ. യു ഹാഡ് നോട്ട് ബീൻ ഈറ്റൻ ദ ലഞ്ച്. നോക്കൂ, നോട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് സെൻറ്റൻസാണ് വന്നേക്കണേ. ഇവിടെ ഹാഡ് ബീൻ ഈറ്റിംഗ് ഒക്കെ വന്നുകൊണ്ട് ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലൊക്കെ എടുക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ എന്തെടുത്തു? ഇതിൻ്റെ ഒബ്ജക്റ്റ് അങ്ങ് എടുത്തു. ദ ലഞ്ച് ഹാഡ് കഴിഞ്ഞിട്ട് ഈ നോട്ട് അങ്ങോട്ട് അതേപോലെ തന്നെ ചേർക്കുകയാണ്. ഹാഡ് നോട്ട് ബീൻ ബീയിങ് ഈറ്റൺ ബൈ യു. യുവിന് മാറ്റമൊന്നും വരില്ല. എന്നാൽ ഐക്ക് എന്ത് വരും? മീ എന്ന് മാറ്റം വരും. ഇതിനെപ്പറ്റി ഈ ചേഞ്ചസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ക്ലാസ് കണ്ടിട്ട് ഈ ക്ലാസ്സിലേക്ക് വരിക. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ക്ലാസ്സിൻ്റെ അവസാനമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. ഈ പാഠം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷനോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇനി ഫ്യൂച്ചർ ടെൻസ് ആയിരിക്കും. ഫ്യൂച്ചർ ടെൻസിലെ വോയിസ് ചേഞ്ചസ് എങ്ങനെയാണ് വരുന്നതെന്നായിരിക്കും നമ്മൾ പഠിക്കുക. ടെൻസ് നല്ല സീരിയസ് ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോകാം. നമുക്കൊരു റീക്യാപ്പ് എടുക്കാം ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പായിട്ട്. നോക്കൂ, നമ്മൾ പഠിച്ച സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ എങ്ങനെയായിരിക്കും വോയിസ് ചേഞ്ച് വരിക? സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പാസീവ് വോയിസിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആയിട്ടോ ഒബ്ജക്റ്റ് ഓഫ് AV വരുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെയുള്ള ഓക്സിലറി വെർബ് വാസ് ഓർ വെയർ ആണ്. വാസ് ഓർ വെയർ എഴുതി. അതിനുശേഷം V3 ഫോമാണ് പ്ലസ് സബ്ജക്റ്റ് ഓഫ് AV. ബൈ ഉണ്ട്. ബൈ കഴിഞ്ഞതിന് ശേഷം സബ്ജക്റ്റ് ഓഫ് AV നമ്മളിടുന്നു അല്ലേ. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് എങ്ങനെയാണ് വരിക? പാസ്റ്റ് കണ്ടിന്യൂസിൽ ഇതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഓഫ് AV വരുന്നു. അതിനുശേഷം ഓക്സിലറീസ് ആയിട്ടുള്ള വാസ് ഓർ വെയർ വരുന്നു. കണ്ടിന്യൂറ്റി സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ബീയിങ് ചേർക്കുന്നു. പിന്നെ എപ്പോഴും പാസീവ് വോയിസിൽ V3 ആയിരിക്കും. V3 ചേർക്കുന്നു. ബൈ ചേർക്കുന്നു. സബ്ജക്റ്റ് ഓഫ് AV ചേർക്കും. ഞങ്ങൾ നീട്ടി എഴുതുമ്പോൾ വലുതായിട്ടൊക്കെ ഉള്ളത് തോന്നും. അത്ര അധികം ഒന്നുമില്ല. ടെൻസ് പഠിച്ച ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ എന്തായിരിക്കും? ഒബ്ജക്റ്റ് ഓഫ് AV തന്നെയാണ് ആദ്യം വരിക. എന്തായിരിക്കും ഇവിടുത്തെ ഓക്സിലറി വെർബ്? ഹാഡ് ആണ് വരിക. പെർഫെക്ഷൻ കാണിക്കുന്നതിന് വേണ്ടി ബി നമ്മൾക്ക് ചേർക്കണം. പിന്നെ V3 ചേർക്കുക. സബ്ജക്റ്റ് ബൈ ചേർക്കുന്നു. സബ്ജക്റ്റ് ഓഫ് AV ചേർക്കുന്നു. ഓക്കെ. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എങ്ങനെയാണ് വരിക? ഒബ്ജക്റ്റ് ഓഫ് AV ചേർക്കുന്നു.
പിന്നീട് പെർഫെക്ഷനെ സൂചിപ്പിക്കാൻ ഹാഡ് എന്നുള്ള ഓക്സിലറി ചേർക്കുന്നു, ബീൻ ചേർക്കുന്നു, കണ്ടിന്യൂറ്റി ചെയ്യിക്കാൻ ബീയിങ് ചേർക്കുന്നു, പിന്നീട് V3 ചേർക്കുന്നു, ബൈ ചേർക്കുന്നു, സബ്ജക്റ്റ് ഓഫ് AV ചേർക്കുന്നു. ഓക്കെ, ഇതിങ്ങനെ ഓർത്തിരിക്കാനായിട്ട് ഇത്ര വലിയ പാടൊന്നുമില്ല. ടെൻസ് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. വൃത്തിയായിട്ട് നമ്മൾ എടുത്ത് തന്നിട്ടുണ്ട്, പോയി അതിരുന്ന് പഠിക്കുക. ഇനി അതറിയുന്ന ആളുകളായാലും ഇത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത്രയൊക്കെയുള്ള ഈ ക്ലാസ്സിൽ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ടാറ്റ, ബൈ ബൈ, താങ്ക് യു.